നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെ വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. ഞങ്ങൾ ക്വാറന്റൈൻ ഡേ ലാസ്റ്റ് ഡേ ആണെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ഇടാം. അപ്പോൾ ക്വാറന്റൈൻ്റെ വിശേഷങ്ങൾ ഓൾറെഡി ഞാൻ പങ്കുവച്ചല്ലോ. പിന്നെ ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിട്ടാണ്. അതായത് നമ്മുടെ മുടി എങ്ങനെ നാച്ചുറലായിട്ട് കറുപ്പിക്കാം. അത് പുതിയ ഒരു അറിവൊന്നുമല്ല, ഒരുപാട് പേര് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ കരുതി പക്ഷേ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ നമ്മളിങ്ങനെ നന്നായി നരച്ച് മുടിയൊക്കെ എങ്ങനെയാണ് ചെമ്പിപ്പിക്കുക അല്ലെങ്കിൽ ബ്രൗൺ കളർ ആക്കുക എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഹെന്ന വീഡിയോ. അപ്പോൾ ഹെന്ന എങ്ങനെയാണ് മിക്സ് ചെയ്യുക, അതിൻ്റെ കൂട്ടുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ തരാം കേട്ടോ. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അങ്ങനെ ചെമ്പിച്ച് മുടീനെ നമുക്ക് എങ്ങനെ കറുപ്പിക്കാം എന്നുള്ളതാണ്. അപ്പം നമ്മൾക്ക് പല രീതിയിൽ കറുപ്പിക്കാം അല്ലേ. കെമിക്കൽസ് പലതരത്തിലുള്ള ഡൈ അവൈലബിൾ ആണ്, അത് ഉപയോഗിച്ച് ചെയ്യാം. പക്ഷെ നമ്മൾ നാച്ചുറൽ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് കറുപ്പിക്കുക എന്നാണ് ഞാൻ പറയുന്നത് വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നരച്ച മുടിയിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഈ പൊടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അത് കറക്കില്ല. എപ്പോഴും നരച്ച മുടിയിൽ നമ്മൾ ആദ്യം ഒന്ന് ചെമ്പിപ്പിക്കാം. അതായത് ഹെന്ന ചെയ്ത് ചെമ്പിപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഈ ഒരു പേസ്റ്റ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ മുടി കണ്ടില്ലേ, ഹെന്ന ചെയ്തിട്ട് ഇങ്ങനെയാണ് ബ്രൗൺ കളറാണ് ഇരിക്കുന്നത്. അത് നരച്ച ഭാഗത്തൊക്കെ ഇങ്ങനെ ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രൗൺ കളർ നമുക്ക് കറുപ്പാക്കി എടുക്കാൻ പറ്റും നാച്ചുറലായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ പല പ്രാവശ്യം പല രീതിയിൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഇതേപോലെ തന്നെ നീലാമരിപ്പൊടി തേച്ചാൽ മതി കറക്കുന്നു പറഞ്ഞു. ബാലിക്കുന്ന സമയത്ത് ആമസോൺ വഴി നീലാമരിപ്പൊടി 100 ദിറംസിന് ഓർഡർ ചെയ്തു. വന്നു, ഞാനത് പുരട്ടി. പക്ഷെ ഞാൻ പുരട്ടിയപ്പോൾ എനിക്കെന്താ പറ്റുന്നത് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇച്ചിങ്, ഭയങ്കരമായിട്ട് ചൊറിച്ചിലൊക്കെ വന്ന് ഭയങ്കര പ്രശ്നമായി. ഞാൻ സ്കിൻ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എല്ലാ പൊടിയും നമുക്ക് പറ്റില്ല, ചിലർക്ക് അലർജി ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഈ സംഭവം ഉപേക്ഷിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ കഴിഞ്ഞ മാസം ഞാൻ എൻ്റെ കസിനെ കണ്ടപ്പോഴാണ് അവളുടെ മുടി നല്ല കറുത്തിരിക്കുന്നത്. നല്ല അത്യാവശ്യം നല്ല വെളുത്ത മുടിയുള്ള കുട്ടിയായിരുന്നു. അത് നല്ല കറുത്തിരിക്കുന്നത്. അപ്പോഴാണ് എന്നോട് പറഞ്ഞത് ചേച്ചി ഞാൻ നീലമരിപ്പൊടി തേച്ചു. അപ്പോൾ പുള്ളിക്കാരിയുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് ശരിയായ രീതി എനിക്ക് മനസ്സിലായത്. അപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതാണെങ്കിലും നമുക്ക് ശരിയായ രീതിയിൽ നമ്മളത് അപ്ലൈ ചെയ്താൽ മാത്രമാണ് അതിൻ്റെ എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സാധാരണ ചെയ്തിരുന്നത് നമ്മൾ ഹെന്നയുടെ കൂട്ടത്തിൽ കൂടെ ഈ നീലാമരിപ്പൊടി മിക്സ് ചെയ്ത് ഉപയോഗിക്കുകയായിരുന്നു പതിവ്. പക്ഷേ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ നരച്ച മുടി ആദ്യം തന്നെ ഹെന്ന ഉപയോഗിച്ചിട്ട് ബ്രൗൺ കളർ ആക്കുക. ഇതുപോലെ നല്ല ചെമ്പിച്ച കളർ ആക്കിയതിന് ശേഷം ഈ ചെമ്പിച്ച മുടിയിൽ മാത്രമാണ് ഈ നീലാമരിപ്പൊടി അപ്ലൈ ചെയ്താൽ നമുക്ക് ഫലം കിട്ടുള്ളൂ. അപ്പോൾ അന്നത്തെ ദിവസം തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഉപയോഗിക്കാം, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു ദിവസം ബ്രേക്ക് എടുത്തതിന് ശേഷമാണ് ഈ നീലാമരിപ്പൊടി അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പം ഇതേപോലെ ഹെന്ന ഇട്ടിട്ട് ബ്രൗൺ കളർ ആക്കണം ആദ്യം തന്നെ. ആദ്യത്തെ പ്രൊസീജിയർ അതാണ്. എന്നിപ്പോൾ ഞാൻ ദുബായിൽ നിന്ന് ഇങ്ങനെ ഹെന്നിട്ട് വന്നതാണ്. ഞാൻ കുറേ ദിവസമായി, ഇപ്പോൾ ഒരാഴ്ച മേലെയായി ഹെന്നിട്ടിട്ട്. ഞാൻ ഇന്നാണ് ഇനി ഇതിൽ നീലാമരിപ്പൊടി ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് നരച്ച മുടിയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഒറ്റ പ്രാവശ്യം തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എഫക്റ്റീവ് ആവണമെന്നില്ല. ഒരു 2-3 തവണ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇന്ന് ഇടുക, വാഷ് ചെയ്ത് കളയുക, നാളെ ഇടുക, അങ്ങനെ 2-3 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് എഫക്റ്റീവ് ആവുള്ളൂ കേട്ടോ. പക്ഷേ നമുക്ക് ചെറിയ ചെറിയ രീതിയിലുള്ള ബ്രൗൺ കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ, ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ നമുക്ക് മുടി നല്ല കറുപ്പായി കിട്ടും. അപ്പോൾ ഞാനിന്ന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്നൊക്കെ വിശദമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യം എടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീലാമരിപ്പൊടി. നീലാമരിപ്പൊടി ഇപ്പോൾ നാട്ടിലാണെങ്കിൽ ലൂസായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ പാക്കറ്റിലും കിട്ടുന്നുണ്ട്. ലൂസായിട്ടുള്ള നീലാമരിപ്പൊടി പച്ചമരുന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അത് ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് ഇതിൻ്റെ അളവ് തിട്ടപ്പെടുത്തണം. സാധാരണ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക, നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, അതെപ്പോഴും ശ്രദ്ധിക്കുക. ഇത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിനൊരു തണുപ്പുണ്ടാവും. കോൾഡുള്ള ആൾക്കാർക്ക് ശ്രദ്ധിക്കാം. നിറയിലൊക്കെ ഇടുമ്പോൾ നമ്മുടെ തലയുടെ നിറയിലൊക്കെ ഇടുകയാണെങ്കിൽ രാസനാദിപ്പൊടി ഇട്ടതിന് ശേഷം ഇട്ടാൽ മതി. ഞാൻ എപ്പോഴും പറയാറുള്ളൂ രാസനാദിപ്പൊടി ഇടാനുള്ളത്. നമ്മുടെ മറ്റേ വീഡിയോയിൽ ഞാൻ പറയാറുണ്ട്. എനിക്ക് രാസനാദിപ്പൊടി ഭയങ്കര എഫക്റ്റീവാണ്, അതുകൊണ്ടാണ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. നിങ്ങളിൽ ഗ്ലൗസ് ഉണ്ടെങ്കിൽ ഗ്ലൗസ് കയ്യിലിട്ടതിന് ശേഷം നമ്മുടെ മുടിയിൽ തേച്ച് പിടിപ്പിക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുടിയിൽ നന്നായി പരട്ടാൻ പറ്റുള്ളൂ. മാത്രമല്ല ഓവറായിട്ട് വെള്ളമായി കഴിഞ്ഞാൽ മുടിയിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് ഇറ്റിറ്റ് വീഴാൻ തുടങ്ങും. അതെപ്പോഴും ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ആ ബ്രൗൺ കളറുള്ള ഭാഗത്തെല്ലാം ഇത് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ മുടിയിൽ പരട്ടി കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എത്ര ഭാഗത്ത് ഏതൊക്കെ സ്ഥലത്ത് ഈ നരച്ച മുടി ഉണ്ടോ അതാദ്യം തന്നെ ബ്രൗൺ കളർ ആക്കുക. അതിന് ശേഷം നമുക്ക് ഈ നീലാമരിപ്പൊടിയുടെ പേസ്റ്റ് അവിടെ തേച്ച് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഇത് പരട്ടി കഴിഞ്ഞാൽ നമ്മളിത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ആ ഭാഗത്തൊക്കെ ഒരു ഇച്ചിരിയും കൂടെ ഒരു ഷെയ്ഡ് വ്യത്യാസം ഉണ്ടാവും. 2 ദിവസം കഴിയുമ്പോൾ അത് മാറിക്കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇത് ആഴ്ചയിൽ 2 ദിവസം ആഴ്ചയിലല്ല മാസത്തിൽ 2 ദിവസം ചെയ്യുന്നുണ്ട്. ഹെന്ന ചെയ്യും, അതിനുശേഷം ഇതേപോലെ നീലമുരിയുടെ പേസ്റ്റ് അങ്ങ് തേച്ച് കൊടുക്കും. പക്ഷെ അതിൻ്റെ 2 ആഴ്ചയൊക്കെ എനിക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. കാരണം നമ്മളെ മുടി നരച്ച് കഴിഞ്ഞാൽ
ഈ മുടി വളരുമല്ലോ, മുടി വളരുമ്പോൾ വീണ്ടും അവിടെ നരച്ച മുടി വരും. അപ്പോൾ അതിനെ വീണ്ടും ബ്രൗൺ കളർ ആക്കണം, ഇതിന് വീണ്ടും കറുപ്പാക്കണം. പെർമനന്റ് സൊല്യൂഷൻ അല്ല, നമ്മളിത് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഡൈന് പകരം ഇതൊരു എന്താ പറയുക, ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കംപ്ലീറ്റ് ഇതേപോലെ തന്നെ ഞാൻ ഇടട്ടെ കേട്ടോ, അതിൻ്റെ ആ ബ്രൗൺ കളറുള്ളടത്ത് മുഴുവനും. ഞാൻ ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് കാണുന്ന ഭാഗത്തൊക്കെ, കൈ കൊണ്ട് എത്തുന്ന ഭാഗത്തൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആരുടെങ്കിലും സഹായത്തോടു കൂടി ഇതായിരിക്കും കുറച്ചും കൂടി നന്നായിട്ടുണ്ടാവുക. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും കറക്റ്റായിട്ട് എത്തും. പിന്നെ കുറച്ച് കൂടുതൽ പൊടി വേണ്ടി വരും. ഞാനിപ്പോൾ കാണിച്ചൊരു ഡെമോയ്ക്ക് വേണ്ടി മാത്രം കാണിച്ചതാണ്. പക്ഷേ കുറച്ച് കൂടുതൽ പൊടി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുടിയുടെ എല്ലാ ഭാഗത്തേക്കും എത്താൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ മുടി അനുസരിച്ച് ആ പൊടിയുടെ അളവ് കൂട്ടി കൊടുക്കുക. ഈ പറഞ്ഞ പോലെ ആ കൺസിസ്റ്റൻസിയിൽ കുഴയ്ക്കുക, എല്ലാ ഭാഗത്തേക്കും ഇട്ട് കൊടുക്കാം. ഇനി 1 മണിക്കൂറെങ്കിലും മിനിമം ഇത് വെക്കുക. ഒരു ക്ലിംഗ് റാപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഇതിങ്ങനെ വെറ്റായിരിക്കുമ്പോഴാണ് കുറച്ചും കൂടെ നന്നായിട്ട് എഫക്റ്റീവ് ആവുക. ഇതിപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഡ്രൈ ആയി കഴിഞ്ഞാൽ കുറച്ചൊന്ന് നനച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഞാനിപ്പോൾ 1 മണിക്കൂർ കൊണ്ട് ഇത് വാഷ് ചെയ്തെടുക്കും. വാഷ് ചെയ്യുമ്പോൾ ഞാൻ ഷാമ്പൂ ഒന്നും ഉപയോഗിക്കുന്നില്ല. ആദ്യത്തെ ദിവസം വെറുതെ വാഷ് ചെയ്യുകയാണ്, കാരണം തലയിൽ ഇപ്പോൾ എണ്ണയൊന്നും തേച്ചിട്ടില്ല. അതിനുശേഷം നാളെ ജസ്റ്റ് ഒരു മൈൽഡ് ഷാമ്പൂ, ബേബി ഷാമ്പൂ വെച്ചിട്ട് ഞാനൊന്ന് വാഷ് ചെയ്ത് കളയും. എന്നാൽ ഇന്നിപ്പോൾ എന്തായാലും വെറുതെ ഒന്ന് തല നനച്ചിട്ട് വരാൻ പോവുകയാണ് ഞാൻ. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഞാൻ കുളിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ എത്രമാത്രം എഫക്റ്റീവ് ആയെന്ന് ഞാൻ കാണിച്ചുതരാം. പിന്നെ ക്വാറന്റൈൻ കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ കുട്ടമ്പായുടെ തലയിൽ ഞാൻ കറക്റ്റായിട്ട് ഹെന്ന ചെയ്തും അതിനുശേഷം ഈ സംഭവം ചെയ്തിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ആ വ്യത്യാസം മനസ്സിലാവും. കുട്ടമ്പായുടെ മുടി എനിക്ക് അത്യാവശ്യം നരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുട്ടമ്പായിനെങ്കിൽ ഇനിയിപ്പം നീ ആക്കാം കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ക്വാറന്റൈനൊക്കെ കഴിയട്ടെ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ അലർജി ടെസ്റ്റ് ചെയ്യണം. കഴുത്തിൻ്റെ ബാക്കിലോ അല്ലെങ്കിൽ കയ്യിലോ വെച്ച് കുറച്ചൊന്ന് പരട്ടി കൊടുക്കുക ഈ പൊടി, ഈ പേസ്റ്റ്. എന്നിട്ട് അലർജി ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം തലയിൽ പരട്ടുക. അല്ലെങ്കിൽ അലർജി ഉണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും, നല്ല ചൊറിച്ചിലായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അലർജി ടെസ്റ്റ് എല്ലാവരും ചെയ്യണം. അത് ഏതൊരു സാധനം നമ്മൾ തലയിൽ തേക്കുകയാണെങ്കിലും അല്ലെങ്കിൽ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിലും ആദ്യം അലർജി ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത് പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണ്. അപ്പോൾ ഞാൻ കുളിച്ചതിന് ശേഷം വരാം. അപ്പോൾ ഞാൻ വീണ്ടും എത്തി, കുളിച്ച് അത്യാവശ്യം സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. സ്വയം സുന്ദരി എന്ന് പറയുന്നത് മോശമാണല്ലോ അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് മുടി വാഷ് ചെയ്തിട്ടേ ഉള്ളൂ, അല്ലാതെ ഷാമ്പൂ ഒന്നും ഇട്ടിട്ടില്ല. നാളെ ഒന്ന് ഇഷ്ടമൊന്ന് എണ്ണ തേച്ചിട്ട് ഷാമ്പൂ ഇട്ടിട്ടൊന്ന് വീണ്ടും ഞാൻ വാഷ് ചെയ്യും. അപ്പോൾ ഇത്രയുള്ള കാര്യം സിമ്പിളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. അലർജി ഉണ്ടോ എന്ന് പ്രത്യേകിച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളിത് ഇട്ട് നോക്കുക. അപ്പോൾ എന്തായാലും റിസൾട്ട് കിട്ടുന്നുള്ള എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഞാനിങ്ങനെ ഇട്ടാതെ എല്ലാവരും മുടി കറുപ്പിക്കുമ്പോൾ എൻ്റെ മുടി മാത്രം കറക്കാത്തതുകൊണ്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ നീലാമരി പൗഡർ പ്രത്യേകിച്ച് വാങ്ങിക്കുമ്പോഴും ശ്രദ്ധിക്കുക. അധികം വിലയൊന്നും ഇല്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള നാടൻ നീലാമരി പൗഡർ വാങ്ങിക്കുക കേട്ടോ. അതാണ് എനിക്ക് നന്നായി തോന്നിയത്. പുറത്ത് വാങ്ങിച്ചത് എനിക്ക് ഭയങ്കര അലർജി ആയിരുന്നു. അപ്പോൾ അത് ശ്രദ്ധിക്കുക, അലർജി ടെസ്റ്റ് ചെയ്യുക, ഇതേപോലെ ഇട്ട് നോക്കുക. അതിനുശേഷം നല്ല റിസൾട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക്